ഞാൻ തണ്ണീർമുക്കത്ത് പോയിട്ട് ഒരു കരിക്ക് കുടിച്ചപ്പോഴേ 70 രൂപ മേടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ അടവ് 70 രൂപ, ഈ തെങ്ങ കിടക്കണ കരിക്കിന് 70 രൂപ. ചേട്ടാ അതിപ്പോ അങ്ങനെ വില. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇത്രയും വില എന്നാത്തിന്. അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുമ്പോഴാണേലും അവസാനം ബില്ല് എത്ര വരുന്നു അടയ്ക്കുന്നു പോരുന്നു. നമ്മൾ ഇതിനെ കുറിച്ച് തിരക്കാറുണ്ടായില്ല. വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴാണ് വൈഫ് പറയുന്നത് എണ്ണയ്ക്ക് 500 രൂപ. അപ്പൊ ഈ വില കൂടിയത് എന്താണെന്ന് അറിയണ്ടേ? ഈ കടലിൽ കിടക്കണ മീന് മത്തിക്ക് 300 രൂപ മാർക്കറ്റില്, മത്തിക്കത് അറിയത്തില്ല. അപ്പൊ ഇത് വില കൂടിയത് എന്താണെന്ന് ചോദിക്കുന്ന ആരുമില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു പോയപ്പോഴാണ് നമ്മുടെ ഉൽപാദനത്തിലെ പ്രശ്നവും നമ്മുടെ ഇവിടുത്തെ കടബാധ്യതയുടെ പ്രശ്നവും. അപ്പൊ ഉൽപാദനമില്ല, നമ്മളെ വിറ്റ് നമ്മളെ പണയം വെച്ച് ഇത്രയും കോടിക്കണക്കിന് രൂപ വാങ്ങുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടുമ്പോൾ സാധാരണക്കാരൻ ഞെരുങ്ങുമല്ലേ. 1000 രൂപ വരുമാനമുള്ള ഒരുത്തൻ വൈകുന്നേരം ഒരു ചെറുതും അടിച്ച് ഇച്ചിരി സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നീക്കിയിരിപ്പുണ്ടോ? ഒരിക്കലും. അപ്പൊ ഈ 1 ലക്ഷം രൂപ വരുമാനമുള്ളവന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ ലുലുമാളിൽ പോലും വരാനായിട്ട് പറ്റും. അതെ, ബാക്കിയുള്ളവനൊക്കെ ഇന്നും കുന്നും ദാരിദ്ര്യത്തിൽ പോയാൽ മതിയോ? ഇതൊക്കെ നമ്മളൊരു സംവിധായകനായിട്ട് പറഞ്ഞാൽ ഒരു പാട്ടിക്കുഞ്ഞ് പോലും അംഗീകരിക്കത്തില്ല. സിനിമ എന്ന് പറഞ്ഞ് തള്ളിക്കളെ. നന്നാവാനാണെങ്കിൽ PK ഒക്കെ വന്നപ്പോ നന്നാവണ്ടേ?